ലഹരി വീഡിയോ നല്ല കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാം. എനിക്ക് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ. അപ്പം ഇത് കുറച്ച് റീസെന്റ് ആയിട്ട് കുറെ പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ പല മീഡിയാസിലും അത് ആ ഒരു പറഞ്ഞതിനെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ അതിന്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഐ ഷുഡ് ക്ലിയർ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ഷോട്ടിൻ്റെ ഇടയിൽ, ഷോട്ടിന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ട്യൂബ്. സോ ഭയങ്കര എവിഡൻ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു ന്യൂയിസൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു ന്യൂയിസൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ, അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം. നടിയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇവര് ഒരു പ്രസ്താവന പറഞ്ഞു, അതായത് ഇനി ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുമായിട്ട് ഞാൻ സിനിമ ചെയ്യില്ലാന്ന്. ഇനി ആ പറഞ്ഞതിൽ അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? സെറ്റിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്ന ആൾക്കാരുമായിട്ട് കോ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതെനിക്ക് താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു? ലുക്ക്, അവർ ആ പറഞ്ഞ നിലപാടിനോട് ഞാൻ 100% യോജിക്കുന്നു. പൊതുവെ നമ്മൾ സമൂഹം ലഹരിക്കെതിരെ എടുക്കുന്ന നിലപാടുകളും അതിനെ മാറ്റം കൊണ്ടുവരാൻ നിർത്തലാക്കണം, അതിനെതിരെ എടുക്കുന്ന വിരുദ്ധ സമരങ്ങളോടൊക്കെ എനിക്ക് എതിരഭിപ്രായമാണ്. എതിരഭിപ്രായം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. നോക്കൂ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ നമ്മുടെ കോവർക്കേഴ്സിനോ നമ്മളെ കൂടെ നമ്മുടെ കൊളീഗ്സിനോ ലഹരി ഉപയോഗിച്ചത് കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ലഹരി നമ്മളെ നിയന്ത്രിച്ച് തുടങ്ങി എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കൃത്യമായും തടയണം. ഈ വിൻസിനെ എത്ര പേര് ഇതിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. എത്ര സിനിമയ്ക്കകത്ത് തന്നെ എത്ര പേര് ഇവരെ സപ്പോർട്ട് ചെയ്യും, ഇവർക്ക് സിനിമ കിട്ടാതിരിക്കാൻ ഇത് കാരണം. ഇതുപോലെ ഒരു 10 പേര് ചേർന്ന് 10 ഒരു പ്രമുഖ നടൻ ഒരൊറ്റ ഇതുപോലത്തെ ഒരു നിലപാടെടുത്താലും ചിലപ്പം ഒരുപാട് സിനിമയ്ക്കകത്തൊക്കെ ഉള്ള ഈ ലഹരിക്കെതിരെയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അറ്റ്ലീസ്റ്റ് അവർ സെറ്റിൽ വരുമ്പോഴേക്കും ലഹരി ഉപയോഗിക്കാതെ വരും. ഒരു പേഴ്സണലി പോയി ലഹരി ഉപയോഗിക്കുക, കള്ളുടിയ, അഞ്ചാവലി കഴിച്ചിട്ട് ആരും തലയ്ക്കൊന്ന് കയറാൻ പോയിരുന്നാൽ മതി. ഇനി ലഹരി എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സോ മയക്കുമരുന്നോ കൊക്കൈനോ മാത്രമല്ല, മദ്യപിച്ച് പോലും വർക്ക് സൈറ്റിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ പൊതു സ്ഥലങ്ങളിലോ ഒന്നും മദ്യപിച്ച് പോകാൻ പാടില്ല. അതിന്റെ സ്പെസിഫിക് സ്ഥലങ്ങളുണ്ട്, ബാറുണ്ട് ഇവിടെ മദ്യപിക്കാൻ, അല്ലെങ്കിൽ സാധനം ബിവറേജിൽ നിന്ന് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് അടിക്കാം. കൂടെ ഫ്രണ്ട്സുകളായിട്ട് കൂടാറില്ലേ? അപ്പോൾ അതുപോലുള്ള പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കി അവിടെ അത് ചെയ്യണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊന്നും ഇത് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ ലഹരി എങ്ങനെ ഉപയോഗിക്കാം, ലഹരി ആരൊക്കെ ഉപയോഗിക്കാം, ലഹരി എത്ര വയസ്സിൽ ഉപയോഗിക്കാം, ലഹരി എവിടെ ഉപയോഗിക്കാം, ലഹരി എത്ര അളവിൽ ഉപയോഗിക്കാം, ലഹരി എത്ര വട്ടം ഉപയോഗിക്കാം, ഏതൊക്കെ ലഹരി ഉപയോഗിക്കാം എന്നുള്ള ബോധവൽക്കരണമാണ് കൊടുക്കേണ്ടതെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം.